നാട്ടിൽ വന്ന് നാട്ടിൽ വന്നിട്ട് ഞാൻ ആകെ ടാൻ അടിച്ച് ഫുള്ള്. നാട്ടിൽ വന്നാൽ ഒറിജിനൽ കളറ് വരും. ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് കളർ വരും. അപ്പോൾ ഞാൻ ഇന്ന് എന്തായിരുന്നു ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ വന്നാൽ 2 ദിവസം ഭയങ്കര വീഡിയോ എടുക്കലോ അത് ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാൻ ആകെ മൊത്തത്തിൽ ടയേർഡായിപ്പോയി. എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നെ ഭയങ്കര കാമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു, മൂഡെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏത് ദിവസമാണ്? നാളെ വ്യാഴം, ഇന്ന് ബുധനാഴ്ചയാണ്. ഞാൻ നാളെ കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ, അതായത് ശനിയാഴ്ച ഈവനിങ് ഞാൻ പോവുകയാണ്. ശനിയാഴ്ച ഈവനിങ് ആണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 2 ദിവസത്തെ ഇന്നത്തെയും നാളത്തെയും വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ട് തുടങ്ങിയ ഉത്സവം. ഇത് കുറച്ച് 10 ദിവസം ഉണ്ടല്ലോ. അപ്പം ലാസ്റ്റത്തെ 9ാം ഉത്സവമാണ് ഇന്ന്. നാളെ 10ാം ഉത്സവം, അതായത് നാളെയാണ് ഉത്സവം തീരുന്നത്. അപ്പം ഇന്ന് 9ാം ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഡേ ആണ്, ഉത്സവമാണ്. അപ്പം ഇന്നിപ്പം ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കും. ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട്, നാട്ടിൽ വന്നിട്ട് എവിടെയും പോയിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. നമുക്ക് കുറച്ച് കുടുംബത്തിൽ കുറച്ച് കാരണവരായ പ്രായം ചെന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ആരെയും ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു അമ്മമ്മയുണ്ട്, അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അതിനെന്തായിരുന്നു, അപ്പോൾ ഇന്ന് പോയി കണ്ടെങ്കിൽ പിന്നെ ഇനി എനിക്ക് സമയം കിട്ടില്ല. കാരണം നാളെ ഉത്സവം കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം എനിക്ക് പാക്കിങ് ചെയ്യണം. അതേപോലെ എനിക്കൊന്നും മേടിച്ചിട്ടില്ല, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി കണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്നങ്ങ് കഴിക്കാം. അതാവുമ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്കും അത് വിഷമാവും, ഞാൻ വന്നിട്ട് പോയി ചെന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ അതുമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് വൈകിട്ട് ഇവിടെ ഭയങ്കര വലിയ ഉത്സവമാണ്. അപ്പം ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ബിസി ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ മാമി വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുൾ ടൈറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇത്രയും ദിവസം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉത്സവം ആയിരുന്നുകൊണ്ട് എല്ലാ ദിവസവും പോകുന്ന അറിയുന്നില്ല. ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങളൊക്കെ. ഒരു ദിവസം ലക്ഷദ്വീപ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ, അന്ന് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നത്. ഇന്നലെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങി. ആദ്യത്തെ 2-3 ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ കരക്കാരുടെ ഉത്സവമാണ്. അപ്പം 7ാം ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ കരയുടെ ഉത്സവം. അതായത് 2 ദിവസം മുന്നേ നമ്മളുടെ കരയുടെ ഉത്സവമായിരുന്നു. ഇന്നലെ വേറെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കരക്കാരുടെ ഉത്സവമായിരുന്നു. അപ്പോൾ അതെല്ലാം ആയിരുന്നുകൊണ്ട് 2 ദിവസമായിട്ട് ഞാൻ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ ഉത്സവം കാണാൻ പോയി, അമ്പലത്തിൽ പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റൂമിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇന്നലെ അമ്മ വന്നിട്ട് എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, നീ ഇത്രയും പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നീ റൂമിൽ തന്നെ ഇരിക്കുവാണോ? ഇതൊക്കെ പോയി കാണണ്ടേ? എന്തൊക്കെ പരിപാടിയാണ് അവിടെ നടക്കുന്നത്? നീ ഇതൊക്കെ കാണാതെ ഇവിടെ തന്നെ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ എന്നെ ചിന്തിപ്പിച്ചു. ശരിയാണ്, ഞാൻ ഇങ്ങനെ വഴി കൂടെ എന്തെങ്കിലും പോകുമ്പോൾ വഴിയിൽ പോയി നിന്നിട്ട് 2 ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് കാണും. അല്ലാതെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് അവിടെ എന്താ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ടുള്ളൂ. പിന്നെ 7ാം ഉത്സവത്തിൻ്റെ അന്ന്, അതായത് നമ്മുടെ ഉത്സവമായിരുന്നു, 7ാം ഉത്സവത്തിൻ്റെ അന്ന് പറയുണ്ടായിരുന്നു. പറയിടാൻ വേണ്ടി പോയിട്ട് ഞാനായിരുന്നു പറയിടേണ്ടത്. പക്ഷെ അവിടെ ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇടിയും ബഹളവും. അപ്പോൾ എന്നെ കൊണ്ട് അത്രയും പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ അമ്മ തന്നെ പറയട്ടോ, പ്രശ്നമില്ല, ഞാനിങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നിട്ട് അമ്മയെ കൊണ്ട് പറയിടിപ്പിച്ചത്. കാരണം പറയൊന്നും ഇടാൻ പറ്റത്തില്ല, അത്രക്കോ ആൾക്കാർ. എനിക്ക് തോന്നുന്നു എന്തോരം ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അമ്പലത്തിൽ വരുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഉള്ള ആൾക്കാരും വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും പിന്നെ ഇവിടുന്ന് തന്നെ പുറത്ത് സെറ്റിലായ ആൾക്കാരുണ്ടല്ലോ, അവരും എല്ലാവരും എനിക്ക് തോന്നുന്നു ഒത്തുകൂടുന്ന, എല്ലാവരും നാട്ടിലേക്ക് വരുന്നൊരു സമയമാണ് ഇവിടെ ഉത്സവത്തിൻ്റെ സമയം. ഭയങ്കര അത്രയും വലിയ ഉത്സവമാണ്. അപ്പോൾ പറയിടാൻ പോയിട്ട് അതായിരുന്നു അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞ് പറയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോരുന്നപ്പോഴത്തേക്ക് അന്ന് നമ്മുടെ കരക്കാരുടെ ഉത്സവമായിരുന്നു. അപ്പോൾ ആനയും കൊട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും പോയി. മാമി എന്നെ വിളിച്ച്, അവരെല്ലാവരും പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ, കുറേ നാളായില്ല ഇതൊക്കെ കണ്ടിട്ട് കൂടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. എന്നിട്ട് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച്, അവിടുത്തെ കുറച്ച് നമ്മൾ ഉത്സവത്തിന് മുമ്പ് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, കടലൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അതൊക്കെ മേടിച്ച് കഴിച്ച്, ഐസ്ക്രീം കഴിച്ച്, കുലുക്കി സർബത്ത് കുടിച്ച് നമ്മളെല്ലാവരും കൂടെ. എനിക്കൊന്നും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു.
അതെല്ലാം കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ വന്നത് തിരിച്ച്. ഇവിടെ ഇന്നലെയും നല്ല കുറച്ച് ഐ മീൻ ലാസ്റ്റ് ഡേയ്സ് ആകുമ്പോൾ അമ്പലം ഉത്സവം കുറച്ചും കൂടെ ഇങ്ങനെ എന്താണ് കുറച്ചും കൂടെ നല്ലയാവുമല്ലോ. അപ്പം ഇന്നലെയും നല്ലയായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങൾ അവിടെ ഇവിടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അപ്പം ജംഗ്ഷനിൽ പോയി നിന്നിട്ട് പരിപാടികളൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ ശരി നമുക്ക് അമ്പലത്തിൽ പോകും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കുറച്ച് നേരം അമ്പലത്തിൽ തൊഴുത് അവിടെ പുറത്തിരുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് കിടന്നു തുടങ്ങി. പിന്നെ ഇന്ന് 9 ഉത്സവമാണ്, നാളെ ഉത്സവം തീരും. അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ച രാവിലെ എനിക്ക് വേറെ പരിപാടി ഒന്നുമില്ല. രാവിലെ അല്ല, ഇപ്പോൾ ഇവിടെ 12:30 ആയി. അപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അതിനെ ഒന്ന് കാണണം. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര പരിപാടിയായിരിക്കും. അപ്പോൾ അതൊക്കെ പോയി നിന്ന് കാണണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും. എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നില്ല. പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തിട്ടേക്ക്. കാരണം ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് പാക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ വിചാരിച്ച ആവശ്യമില്ല അതെല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നോക്കൂ, ഇതെല്ലാം ഞാൻ ഡ്രസ്സ് എടുത്ത് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇട്ടതാണ്. അതെല്ലാം ഇനി പാക്ക് ചെയ്ത് വെക്കണം. ഇത് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് മേടിച്ചു. ഇപ്പം ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. ഇനി ഇതൊക്കെ അവിടെ പോയാൽ ഇടാനൊന്നും പറ്റത്തില്ല. ഒന്നിവിടെ വെച്ചിട്ട് പോകണം. പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചുമ്മാ ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഇടാമല്ലോ. പിന്നെ കുറേ ചുരിദാറൊക്കെ, അതൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ ഇടാനുള്ള സിറ്റുവേഷൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ എപ്പോഴും ഇവിടെ നീറ്റാക്കി വെക്കുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്, മേക്കപ്പ് ചെയ്ത എല്ലാ സാധനങ്ങളുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്താന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തേക്ക് എന്തോ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താന്ന് തോന്നുന്നു. ആരോ കൊണ്ടുവന്ന് ഇവിടെ ഡെലിവറി ചെയ്ത്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഇനി ഞാൻ ഓർഡർ ചെയ്ത വല്ല സാധനമാണോ ഇനി അവർ ഓർഡർ ചെയ്താണോന്നും അറിയത്തില്ല. അതൊക്കെ പൊട്ടിച്ച് നോക്കണം. പിന്നെ അത് മുറി കലങ്കോലം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്ക് സഹിക്കതാ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങാനോ ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇവിടെ വന്നിട്ട് മേടിച്ചു, മീൻട്രേന്ന് മേടിച്ച് ചെരുപ്പാ. ചൂടെന്ന് പറഞ്ഞു ഒരു ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നാട്ടിൽ വന്നതിന് ശേഷം വീട്ടിലേക്ക് പോവുക. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ അമ്മയെ കാണാൻ പോകണം. ഫുള്ള് ടൈറ്റ് സ്കെഡ്യൂൾ. അങ്ങനെ ഞാനാണെങ്കിൽ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അമ്മ എവിടെയോ പോയിട്ട് എനിക്ക് പണി കിട്ടി. അമ്മ വീട്ടിലില്ലാഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ വീട്ടിൽ നിന്ന് പോകാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാമിയുടെ വീട്. പക്ഷെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. മാമിയുടെ വീട് ഇവിടെയാണ്. എൻ്റെ വീട്ടിട്ടുണ്ട്. നല്ല വെയിലാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ കുടയെടുത്തു. അപ്പം എന്താണ്ട് ഈ കാണുന്ന വീടുണ്ട്, ഷീറ്റിട്ട്. അതാണ് എൻ്റെ മാമിയുടെ വീട്. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ്. കാരണം എന്താ നോക്ക്, ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ പണ്ടെപ്പോഴും അമ്മൂമ്മയുടെ അടുത്തോട്ട് പോകുന്നത് ഇതിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ്. ഇവിടെ വെച്ചിട്ടാണ് മറ്റേ ലാസ്റ്റ് ഉത്സവം ആറാട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം എല്ലാം വൃത്തിയാക്കി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ ഒരു കുളമുണ്ട്. പണ്ട് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരുന്ന സമയത്ത് ഈ കുളത്തിനകത്ത് വീണിട്ടുണ്ട്. ഈ കുളത്തിനന്ന് ഈ തിട്ടയും പിടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ തിട്ടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ കാല് സ്ലിപ്പായി ഞാൻ കുളത്തിനകത്ത് വീണു. ഉള്ളത് കൊണ്ട് ഞാൻ പൊളിച്ച് ചാടുന്നുള്ളത്. ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്, അവരേക്കിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല നാച്ചുറലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവൻ്റെ വീട്. അവൻ്റെ വീട് കാണാൻ നല്ല ഭംഗിമാണ്. ഞാൻ തലയും കുത്തി വീണ കുളം. പക്ഷേ എനിക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുളം കണ്ടോ, ഇവിടെയല്ലേ വെള്ളം. അതും എന്തോ വേനൽക്കാലമായിരുന്നു. അപ്പോൾ അവിടെ മുഴുവൻ മണ്ണായിരുന്നു. ഞാൻ അവിടുന്ന് അങ്ങോട്ടാണ് മറിഞ്ഞു വീണത്. അപ്പോഴത്തേക്ക് അവിടെ ഗ്രൗണ്ടില്ല. ഗ്രൗണ്ടിൽ അന്ന് കുറേ ആൾക്കാർ ഗ്രൗണ്ടിലൊക്കെ ഇരിക്കുമായിരുന്നു. എൻ്റെ അമ്മോ, അയ്യോ, അവിടെ ആക്സിഡൻ്റ് ആയി. ഓ മൈ ഗോഡ്. ആരാണോ എന്തോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി വന്നു, വേറൊരു വണ്ടി വന്നു. 2 ബൈക്ക് തമ്മിൽ ആക്സിഡൻ്റ് ആയി. ഇപ്പം അവിടെ മുഴുവൻ ആൾക്കാർ കൂടി വിയർത്തൊഴുകുകയാണ്. ഹലോ, ഇവിടെ ഭയങ്കര ബഹളവും കൊട്ടുമൊക്കെ ആയിരിക്കും. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല.
ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഞാനിങ്ങനെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അതെനിക്ക് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി അവിടെ എത്തിയപ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു ആക്സിഡൻറ്റ് വരുന്നതിന് കസിൻ വന്നപ്പോൾ ഞാൻ അവനെ ആ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ അവരെല്ലാവരോട് സംസാരിച്ചൊക്കെ ഇരുന്ന് അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വേറെ എന്താ, ഇപ്പം ഞാൻ വൈകിട്ട് വന്ന് കുളിച്ച് റെഡിയായി. ഇതാ ഇപ്പോൾ ഇവിടെ ഉത്സവം വരാറായി, പള്ളിവേട്ട ഉത്സവം ഇന്ന്. അപ്പം അതിപ്പം കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. അപ്പം അതിപ്പം വരും. അപ്പം ഞങ്ങൾ വഴിയിലോട്ട് പോയിട്ട് നമ്മൾ തന്നെ ഫ്രണ്ടിലത്തെ വഴി കൂടെ പോകുന്നത്. അപ്പം അങ്ങോട്ട് പോയിട്ട് അതൊക്കെ കാണാൻ പോവാണ്. പക്ഷേ ഇതാ ഇവിടെ ഒടുക്കത്തെ മഴയുടെ കോൾ. എല്ലാ ഉത്സവത്തിനും മഴയാണ്. അങ്ങനെ മഴയുടെയൊക്കെ ഒരു ലക്ഷണമുണ്ട്. ഞാൻ ഇങ്ങനെ അത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടേക്കുക. ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ അപ്പം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇന്നലെ ഞാനാണെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ എവിടെയാണ്, ഞാനും അമ്മയും കൂടെ കറങ്ങാൻ പോയി. ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചു കൊടുത്തു. അതൊന്നും വീഡിയോ എടുത്തില്ല. പക്ഷെ നല്ലതായിരുന്നു അത്. പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാതെ ആ ഒരു മൊമെൻ്റ് അങ്ങ് സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ പോവുക. ബൈ ടു ദിസ് റൂം. അപ്പോൾ ഞാനിന്ന് പോവുകയാണ്. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ എന്തൊക്കെയോ കുത്തി നിറച്ചിട്ടുണ്ട്. ലഗേജൊക്കെ ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണം. ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് പോയി കുളിച്ചിട്ട് വന്ന്, ഞാൻ കുളിച്ച് മുടൊന്നും ഉണക്കിയില്ല. കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഇനിയിപ്പോൾ എവിടെ പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി എഗെയിൻ എന്താണ് എന്ത് ലൈഫാണ്, ജോലി എടുക്കുക, വെള്ളം ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വന്ന് ലിപ് ബാം ഒന്ന് ഇട്ട് ഇത്രയും ചെയ്തിട്ടുള്ളൂ. സൺസ്ക്രീൻ ഇട്ട് ലിപ് ബാം ഒന്ന് ഇട്ട്, മുടിയൊന്നും ഉണക്കിയില്ല, നനഞ്ഞിരിക്കുക ഫുള്ള്. അപ്പം അങ്ങനെയാണ്. പിന്നെന്താ, ഇന്നലെ അങ്ങനെയായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞ ശേഷം ഞാനൊരു കസിനും കൂടെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. സുപ്രീമിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അതൊക്കെയായിരുന്നു ഇന്നലത്തെ ദിവസത്തെ വിശേഷങ്ങൾ. കൊള്ളത്തില്ല. എനിക്ക് ചമ്മന്തി മതിയായിരുന്നു. എനിക്കത് വേണ്ടായിരുന്നു. ഇറച്ചി എനിക്കിപ്പം താല്പര്യമില്ല. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് വെക്കാൻ പോവാം. അപ്പം ലഗേജ് കൂടുമെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ തോന്നി. കുറേ നാളായി ജോലിക്ക് പോയ പോലെ. 20 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്കെന്തൊരു ലോങ് ടൈം പോലെ തോന്നുന്നു. ഇത്രയും നാളൊന്നും ഞാൻ അങ്ങനെ 20 ദിവസം കുറേ നാളായിട്ട് 20 ദിവസം ഒന്നും ലീവ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ സെറ്റായിട്ടുണ്ട്. ഓൾ സെറ്റ്. ഹലോ, അപ്പോൾ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പം ഞാൻ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. എന്തായിരുന്നു എൻ്റെ വീടിൻ്റെ ഹോം ടൂർ. സമയം കിട്ടിയില്ല, സാങ്കേതിക കാരണങ്ങൾ എനിക്കിപ്പോൾ ഫ്രണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇതൊന്ന് പച്ചത്തത്തയുണ്ട്. വിളിക്കണ്ടോ പച്ചത്തത്ത? ഇതാണ് പച്ചത്തത്ത. ഇതിപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനത്തെ പ്രാണികളൊക്കെ വന്നിരിക്കും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഹർഷം. ഇപ്പോൾ വരുമ്പോഴുള്ള വ്യൂ ഇതാണ് ഫ്രണ്ട്. ഇതാണ് സൈഡ് വ്യൂ. ഇങ്ങനെ ഫ്രണ്ട് കയറി വരുമ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ TV യൂണിറ്റ്. ഇവിടെ ഒരു എന്തായിരുന്നു ഇതിൻ്റെ പേര്, കോർ. അന്ന് വാങ്ങിച്ച സമയത്തെല്ലാം ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം മറന്നുപോയി. ഇത് നമ്മുടെ പഴയ TV ആണ്. ഇതെന്ന് പറഞ്ഞാൽ സോണിയുടെ ഒരു TV. പക്ഷേ ഇത് ഞാൻ ഇതുവരെ അപ്ഗ്രേഡ് ചെയ്യാത്തത്. ഇത് നല്ല TV, ഇത് സ്മാർട്ട് TV ആണ്. അതുകൊണ്ട് മാത്രമാണ് പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പുതിയതാണ്. പക്ഷേ ഇത് ഞാനിപ്പം മേടിച്ചൊരു ചെയർ. നല്ല കംഫർട്ടബിൾ ചെയറാണ്.
നമുക്കിങ്ങനെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ടി വി യൂണിറ്റ്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. അവിടെ ഒരു ചെടിയുണ്ട്, അത് ഞാനിപ്പം മേടിച്ച് വെച്ച ചെടിയാണ്. പിന്നെ അവിടെ ഇങ്ങനെയൊക്കെയാണ് സ്റ്റെയർ. എനിക്ക് മുകളിലോട്ട് കുറച്ച് വർക്ക് ഉണ്ട്, അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് എൻ്റെ റൂം. ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ടെല്ലാം ഇട്ട് വെച്ച് എനിക്ക് ഹോം ടൂർ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കാണാൻ വേണ്ടി പോകുന്ന ദിവസമല്ലേ, ബൈ ഒക്കെ പറയാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നിന്നെ നേരെ എയർപോർട്ടിലെത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഭയങ്കര ഇഷ്യൂവിൽ നടക്കുന്നത്. ട്രാവലിംഗ് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എയർലൈൻസിൽ നിന്ന് 5 hours മുന്നേ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരുപാട് ലേറ്റ് ആക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് 3 മണിക്കുള്ള എമിറേറ്റ്സ് ആയിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഉള്ള ഫ്ലൈറ്റിൻ്റെ എമിറേറ്റ്സ് ആകപ്പാട് ഒറ്റ ടൈമേ ഉള്ളൂ, 3 o'clock 4:30 ആയിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് ആയിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. പിന്നെ ഫുൾ ഉറക്കമായിരുന്നു. അതിനുശേഷം ദുബായ് എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ എണീറ്റത്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഫീലാണല്ലോ. എനിക്ക് ഇവിടുന്ന് നാട്ടിലെത്തുമ്പോഴും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലാണ്. പക്ഷേ നമ്മുടെ ഉദ്ദേശമല്ലേ, എൻ്റെ മാനസിക അവസ്ഥ സെയിം തന്നെയാണ്. എന്തോ നമ്മളുടെ ഒരു ലോകത്തെത്തിയ ഫീലാണ്. വീട്ടിലെത്തുമ്പോൾ നമ്മുടെ വീട്ടിലെത്തി, ഇവിടെ എത്തുമ്പോൾ അതേ നമ്മുടെ വീട്ടിലെത്തിയ ഫീല്. ഇത് തന്നെയാണ് എനിക്ക് അവിടെ എത്തിയാലും ഇവിടെ എത്തിയാലും. പിന്നെ വന്ന പാടെ തന്നെ കുറേ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാനും മാറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൂമൊക്കെ അടിച്ചു വരാനുണ്ടായിരുന്നു. പിന്നെ നാളെ എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് എല്ലാം ഞാൻ വന്ന പാടെ തന്നെ ഒന്നും മടി പിടിച്ചിരിക്കാതെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള പെട്ടി ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകും. അവിടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച്, ഇത് ഞാനാണെങ്കിൽ അവിടെ നിന്ന് കുഷ്യൻ്റെ കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ആമസോണിൽ നിന്ന് മേടിച്ച്. നല്ല ക്ലാസ് ലുക്ക് ആ കവർ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച്, പിന്നെ എൻ്റെ സ്വന്തം ഹെയർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ ഞാൻ കുറച്ച് ചെടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മുടെ നാട്ടിലൊരു സൈറ്റ് ഉണ്ടല്ലോ ഓൺലൈൻ, ഞാൻ എൻ്റെ പേര് മറന്നുപോയി, മീഷോയ്ക്കകത്ത് ഞാൻ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ഒക്കെ. അതൊക്കെ കൊണ്ടുവന്നു, എടുത്തെല്ലാം വെച്ചു. ഇതൊക്കെയായിരുന്നു എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് എൻ്റെ ബാക്ക് ടു ഡെയിലി റൊട്ടീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണാം. ഞാൻ വീണ്ടും പഴയ പോലെ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ ഇടുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമാവാൻ പോകുന്നു. ഇത്രയും ഞാൻ മടി പിടിച്ച് പോയി. നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലാം കുളമായിട്ടുണ്ട്. എല്ലാം ഞാൻ ബാക്ക് ടു നോർമൽ ആക്കും ഉടനെ തന്നെ. കീപ് വാച്ചിങ്. ബൈ ബൈ, സി യു.